Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ നമ്മൾ കമന്റായി ചോദിച്ചിട്ടുണ്ടായിരുന്നു സീറ്റ് കവർ ചെയ്യുന്നതിന്റെ വീഡിയോസ് ഒന്ന് ചെയ്യുമോ എന്ന് വെച്ചിട്ട്. ഞാൻ കഴിഞ്ഞ ഒരു XV500 ഇപ്പോഴെല്ലാവരും 4 മാസം മുമ്പ് XV500 സീറ്റ് കവർ ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീറ്റ് കവർ ചെയ്തത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ നേരത്തെ അവർ എന്നിട്ട് ചോദിച്ചാൽ സീറ്റ് കവർ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന സ്വിഫ്റ്റ് 2016 മോഡൽ സ്വിഫ്റ്റിന്റെ സീറ്റ് കവറാണ്. അതായത് നമ്മുടെ സെക്കൻഡ് ക്വാളിറ്റി സീറ്റ് കവറാണ്. ഏറ്റവും ടോപ്പ് ആൻഡ് മോഡലല്ല, നമുക്ക് തുടങ്ങുന്ന ഒരു സീറ്റ് കവർ എന്ന് വെച്ചാൽ 3500 4500 ഇടയ്ക്കാണ് സീറ്റ് കവർ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ അതിന്റെ ഒരു സെറ്റിൽമെന്റ് 2 ആയിട്ട് ഒരു 5500 6000 ഇടയ്ക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് സീറ്റ് കവർ ചെയ്യാനായിട്ട്. അപ്പോൾ സീറ്റ് കവർ ചെയ്യുന്ന 2 രീതിയിൽ ചെയ്യും, 2 അല്ല ശരിക്കും പറഞ്ഞാൽ 3 രീതിയിലും ചെയ്യുന്നുണ്ട്. അതായത് ചുമ്മാ അത് കവർ അടിച്ചിടും, പിന്നെ ഒന്ന് നമ്മളെ കുത്തി കെട്ടുകയാണ് ചെയ്യുന്നത്. മൂന്നാമത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് കവറിനെ ഫുള്ള് റിമൂവ് ചെയ്തതിന് ശേഷം സീറ്റ് കവറിനെ ഫുള്ള് അത് എങ്ങനെയാണ് ഇട്ടിങ്ങനെ ക്ലോത്ത് വരാൻ ചിലതിൽ ലെതർ വരുന്നുണ്ട്, ചിലതിൽ ആർട്ടിഫിഷ്യൽ ലെതർ വരുന്നുണ്ട്. അതിനെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം സീറ്റ് കവർ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഞാൻ ജസ്റ്റ് ഒന്ന് അതിന്റെ സൈഡിലത്തെ കമ്പിയും കാര്യങ്ങളെല്ലാം കീറിയതിനു ശേഷം ക്ലിപ്പ് അടിച്ചും ഇടാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ക്ലിപ്പ് അടിച്ചാണ് ചെയ്യുന്നത്. കാര്യം വേറെ ഒന്നല്ല, നമ്മൾ കസ്റ്റമറോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. കാര്യം അത് സീറ്റിന്റെ പഴക്കം അനുസരിച്ച് സീറ്റിന്റെ ആ ഒരു ക്വാളിറ്റി പെർഫെക്ഷൻ ഒക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ ഡിഫറൻസ്. അതായത് സൂചി നൂല് കൊണ്ട് കുത്തി തളിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ക്ലിപ്പ് അടിക്കുകയോ അല്ലെങ്കിൽ സീറ്റ് കവർ റിമൂവ് ചെയ്ത് ചെയ്യുക, അത് കസ്റ്റമറുടെ നമ്മൾ ചോദിച്ച് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങളിൽ പേയ്മെന്റ് കാര്യങ്ങളായ ഡിഫറൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാ പ്രാവശ്യം പോലെ തന്നെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു സീറ്റ് കവർ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയായി ഞാൻ ഒരു സീറ്റ് കവർ മാത്രം ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റ് കവറും ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡിയായിട്ട്. അപ്പോൾ നമുക്ക് അതിന്റെ സീറ്റ് കവർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് കണ്ടിട്ട് സീറ്റ് കവർ ചെയ്യുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ തരാം. അതേപോലെ വ്യത്യസ്തമായ വീഡിയോസിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെ സീറ്റ് കണ്ടില്ലേ, ഇതാണ് കേട്ടോ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന സീറ്റ്. നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന നമ്മൾ ചെയ്യാനുള്ള സീറ്റാണ് ഇത്. നമ്മൾ കുറഞ്ഞ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ 2ാം സെഗ്മെന്റ് ആണ്. ഇത് തന്നെ ഇനിയൊരു ക്വാളിറ്റിയും കൂടെ വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഗ്ലോസി നല്ലൊരു മാറ്റ്, നല്ല ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ ഉള്ള ടൈപ്പുള്ള ഒരു മെറ്റീരിയലാണ്. അതായത് ഏകദേശം 500 6 റേഞ്ചിനകത്തൊക്കെ നമുക്ക് കിട്ടാവുന്ന ഒരു നല്ലൊരു മോഡൽ മെറ്റീരിയലാണ്. കാര്യം ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് നമ്മുടെ ബെൽഫി ഡയമണ്ട് ടൈപ്പ് സ്റ്റിച്ചും അതേപോലെയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, സൈഡ് ഇങ്ങനെ ഡബിൾ സ്റ്റിച്ചൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചില മോഡലിന് നമുക്ക് റേറ്റ് വ്യത്യാസം വരാം. ഇതിപ്പോൾ ഈ മോഡലിനും വാട്ടർ ബെഡ് സ്ട്രെയിറ്റ് നമ്മൾ വാട്ടർ ബെഡ് കണക്ക് ചെയ്യുന്ന മോഡലിനൊന്നും ഇതേപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. ചില മോഡലുണ്ട് നമുക്ക് ഓവറായിട്ട് വലിയ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്ന മോഡൽസ് ഉണ്ട്, അതിനൊക്കെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. വ്യത്യാസം വെച്ചാൽ മോഡൽസിന് വേണ്ടിയിട്ട് ഒരു 500 ആ റേഞ്ച് കാര്യങ്ങളിലൊക്കെ നമ്മളെ റേറ്റും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് വരും. അപ്പോൾ നമ്മൾ ആ സീറ്റ് ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് ഇവിടെ 2 നൂലിങ്ങനെ വലിച്ച് കെട്ടിട്ടുണ്ട്. ഇവിടെ നൂലിങ്ങനെ, കാര്യം ഈ സൈഡിൽ നമുക്ക് ക്ലിപ്പ് അടിക്കാൻ പറ്റത്തില്ല. നമുക്ക് ക്ലിപ്പ് അടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ ഇവിടെ ഇങ്ങനെ 1 2 3 4 ഈ 4 പോർഷനിലായിട്ട് നമ്മൾ നൂലിന് വലിച്ചു കെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഫുൾ നമ്മൾ ക്ലിപ്പാണ് അടിച്ചിരിക്കുന്നത്. അതായത് സി ക്ലിപ്പ് എന്ന് പറഞ്ഞ ക്ലിപ്പുണ്ട്, സീറ്റ് കവർ ചെയ്യാൻ നേരത്ത് ചെയ്യുന്നൊരു ക്ലിപ്പുണ്ട്, അതിട്ടാണ് അടിച്ചിരിക്കുന്നത്. നമ്മളെ ഇരിപ്പിലും അതേപോലെ തന്നെ നമ്മളെ ഇരിപ്പിൻ്റെ ഈ ഒരു സൈഡ് നന്നായിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വണ്ടി പുള്ളിക്ക് നോർമൽ സീറ്റ് കവർ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ തൈ സപ്പോർട്ടും കാര്യങ്ങളും ഫ്രണ്ടിലെ വിൻസൊക്കെ അതേപോലെ ഇറക്കി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ഡെമോക്ക് ചെയ്തിരിക്കുന്ന സീറ്റാണ്. ഇതിനാണ് വാട്ടർ ബെഡ് എന്ന് പറയുന്നത്. അല്ലേ, ഇതിനകത്ത് തൈ സപ്പോർട്ട് ഉണ്ടല്ലേ, ഫ്രണ്ടിൽ ചെറിയൊരു തൈ സപ്പോർട്ടും കാര്യം ഇവിടെ ജസ്റ്റ് നമ്മൾ ഇട്ടിരിക്കുന്ന സീറ്റാണ്. ജസ്റ്റ് തൈ സപ്പോർട്ടൊക്കെ ചെയ്ത് ടോട്ടോ എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുള്ള്. ഇത് കൂടിയ മെറ്റീരിയലാണ്, ഏകദേശം ഒരു 8നും 10നും ഇടയ്ക്കൊക്കെ ചില റേറ്റ് വരുന്ന ഒരു മെറ്റീരിയലാണ്. അതൊരു വണ്ടിയുടെ മോഡൽസ് അനുസരിച്ചാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടില്ലേ നമ്മളെ സീറ്റ് കവർ കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചാൽ ഇത് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളത് ഈ സീറ്റ് കവറാണ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്യാൻ പോകുന്നത്. സീറ്റ് കവർ ഫുള്ളായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സീറ്റ് കവറിലാണ് നമ്മൾ ഫുള്ള് വർക്കും കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിൻ്റെ സീറ്റ് കവർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോലും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുന്ന ഈ സീറ്റ് കവർ ചെയ്യുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അടുത്തപ്പോൾ നമ്മളെ സീറ്റിൽ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കമ്പി ഇടുന്നത് കണ്ടില്ലേ. ഇത് നമ്മളെ ഗ്യാസ് വെൽഡിങ്ങിൻ്റെ റാഡ്, അതായത് ഗ്യാസ് വെൽഡ് അടിക്കുന്ന റാഡാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു നമ്മളെ കോപ്പർ കമ്പിയാണ്. എന്നിട്ട് ഈ സൈഡ് ഇത്രയും പീസ് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കുത്തിത്തച്ച് ഇടുന്നുണ്ട്. ഈ സൈഡുകളിൽ ഇവിടെ ഇട്ട് നമ്മൾ 3 സ്പോട്ടിലായിട്ട് കുത്തിത്തച്ച് ഇടും. ഞാൻ ഇതിനകത്ത് ഫുള്ള് ഓയിൽ ഫിറ്റ് എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സീറ്റ് കവർ കീറി ചെയ്യുന്നതാണ് കസ്റ്റമറോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമറോട് പറഞ്ഞിട്ട് മാത്രമേ ഈ സീറ്റിനെ എങ്ങനെ കീറത്തുള്ളൂ. അല്ല നമ്മൾ ചോദിക്കാതെ കീറി കഴിഞ്ഞാൽ പിന്നെ നാളെ സമയത്ത് വേറെ എവിടെയെല്ലാം കൊണ്ടുപോയി ഊരി കഴിയാൻ നേരത്ത് അല്ലെങ്കിൽ സീറ്റിന് എന്തെങ്കിലും ഡാമേജ് ഒന്നോ അതിനെ കീറുക വേറെ എവിടെയെല്ലാം കൊണ്ടുപോയി ചെയ്യാൻ നേരത്ത് അത് നമുക്ക് പിന്നെ ബുദ്ധിമുട്ടായിട്ട് മാറും. അവർ നമ്മളടുത്ത് വിളിച്ചിട്ട് നീ ചീത്ത വിളിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവർ മോശമായ രീതിയിൽ സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് മുൻകൂട്ടി പറഞ്ഞത്. അപ്പോൾ അതാ ഈ സൈഡിനെ കട്ട് ചെയ്യും. കഴിഞ്ഞിട്ട് ഇതിനകത്ത് കണ്ടില്ലേ ഇതേപോലെ 2 3 റിങ്ങുകളുണ്ട് വളച്ചിട്ടിരിക്കുന്നത്. ഈ റിങ്ങുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ റിങ് കണ്ടില്ലേ. ഈ റിങ്ങിനായിട്ടാണ് നമ്മൾ പിന്നെ ഇതിനോട് സ്പോട്ട് ചെയ്യുന്നത്. ഈ 4 സൈഡിലും ഇതേപോലെ ക്ലിപ്പ് അടിക്കണം. അതാണ് നമ്മളെ അടുത്ത പണി.
എല്ലാ സീറ്റ് കവറും അതേ കണക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇതേപോലെ ക്ലിപ്പ് അടിക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള യൂണിറ്റിൽ നമ്മൾ അടിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇതേപോലെ ഓയി സീറ്റിന്റെ അളവ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് പല ഡിസൈൻസ് ഒക്കെ വരാൻ നേരത്ത് ഇതേപോലെ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ അതേപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒറിജിനൽ സ്കിൻ ഫിറ്റ് ചെയ്യേണ്ടി വരും. കണ്ടില്ലേ, അതിനകത്ത് പിടിച്ചിടാക്കണം. ഇതേപോലെ നമ്മൾ എല്ലായിടത്തും നമ്മൾ ക്ലിപ്പ് അടിക്കണം. നമ്മൾ ഫ്രണ്ട് പീസ് ഫുള്ള് ക്ലിപ്പ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് പീസാണ് ക്ലിപ്പ് അടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് അടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് സൈഡ് 2 ക്ലിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഈ സൈഡ് നമ്മൾ ക്ലിപ്പ് അടിച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല. അതാ ഈ സൈഡിൽ ഞാൻ ക്ലിപ്പ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടാൽ മാത്രം മതി. കാര്യം ഞാൻ ക്ലിപ്പ് അടിക്കുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല, അത്യാവശ്യം നല്ല ഫിനിഷിൽ കിടക്കും. പോരാതെ നമ്മുടെ സൈഡ് കുഴിയും അതെല്ലാം കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്നത്. അല്ല, ഞാൻ സൂചി നൂലിൽ വലിച്ച് കെട്ടാറുണ്ട്. കണ്ടില്ല, ഈ ഒരു ഫിനിഷ് നമുക്ക് കിട്ടും. കാര്യം ഇനി ഇതിൻ്റെ സൈഡെല്ലാം വലിച്ച് കെട്ടാറുണ്ട്. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. കാര്യം എത്ര മാത്രമേ ഉള്ളൂ. കാര്യം വലിച്ച് കെട്ടുന്ന കേസുകളൊക്കെ ഇച്ചിരി ചടങ്ങ് പണിയാണ്. അത് വലിച്ച് പിടിച്ചാൽ കെട്ടാറുണ്ട്. അതപ്പം വീഡിയോസിൽ ഉൾപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അത്രയും ടൈമും കൂടെ എനിക്ക് നഷ്ടപ്പെടും. അതിനേക്കാളും നല്ല നമുക്ക് ഫ്രണ്ട് ഇടുന്നതും ബാക്കി ഉള്ള വീഡിയോസിലേക്ക് നമുക്ക് പോകാം. നമ്മളെ ഇരിപ്പ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഉണ്ട്. അപ്പം ചെറിയ ചുളുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇരുന്ന് സെറ്റ് ആകുമ്പോഴാണ് ഈ ചുളുക്കും കാര്യങ്ങളൊക്കെ മാറി വരെ തന്നെ ചെയ്യും. കാര്യം ഈ ചുളുക്കൊന്നും പിന്നെ കാണത്തില്ല. കാര്യം നമ്മൾ ഇട്ട് ആ ഒരു ഫിനിഷിൽ നമ്മൾ വലിച്ചു കെട്ടുന്നുണ്ട്. ആ ടൈറ്റിലും കാര്യങ്ങളിൽ നിന്ന് സീറ്റ് വലിഞ്ഞ് നമ്മളെ വെയിലൊക്കെ അടിക്കാൻ നേരത്തെ സീറ്റ് കവർ നോർമലായി ചെറുതായിട്ട് വലിയും. ഇത് വലിഞ്ഞ് തന്നെ ഈ ചുളുക്കും കാര്യങ്ങളൊക്കെ മാറും. അപ്പം സീറ്റ് കവർ ചെയ്തിട്ട് ഇപ്പം ഇന്നലെ അല്ലെങ്കിൽ ഒരു മാസമായിട്ട് കഴിക്കുന്ന സുഹൃത്തുക്കൾ സീറ്റ് കവർ ചെയ്യുമ്പോൾ ഇതേപോലെ ചുളുക്കും കാര്യങ്ങളുണ്ടെങ്കിൽ വെറുതെ ഷോപ്പിൽ പോയി അവരെ മണ്ടേ കയറാൻ നിൽക്കുന്ന കാര്യമില്ല. അത് കാര്യക്രമം മാറും. പക്ഷേ അല്ലാതെ വലിയ ചുളുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സീറ്റ് കവർ വീണ്ടും റീസെറ്റ് ചെയ്യേണ്ടി വരും. അപ്പം എന്താ നമ്മളെ ഫ്രണ്ട് ചാരും നമുക്ക് ഇതേപോലെ ക്ലിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചാരിനകത്ത് ഫുള്ള് ഇവിടെ കമ്പി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ രണ്ടിടത്തായിട്ട് ഇതേപോലെ കുത്തി കെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെ സീറ്റ് കവറിനകത്ത് സിബ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളെ ചാര് നമ്മൾ സിബ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കുറഞ്ഞ മെറ്റീരിയലിനകത്ത് നമ്മൾ സിബ് ഇടണം എന്ന് താല്പര്യം അവർ പറയണമെങ്കിൽ മാത്രം, കസ്റ്റമർ പറഞ്ഞാൽ മാത്രമേ നമ്മൾ സിബ് ഇട്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മൾ സിബ് ഇടുന്ന യാതൊരു കാര്യദർശനം സിബ് ഇടത്തില്ല. കാര്യം സിബ് ഇടാൻ നേരത്ത് തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ മാറ്റം വരും. സിബൊക്കെ നമ്മൾ ഇടാൻ നേരത്ത് നമ്മളെ നാപ്പ തൊട്ട് മേപ്പോട്ടുള്ള മെറ്റീരിയൽസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സീറ്റ് കവറിനകത്ത് ഇതേപോലെ സിബും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിൽമെന്റിനകത്ത് കസ്റ്റമറുടെ ചോദിച്ച് കസ്റ്റമറിന് അതേപോലെ ചെയ്യണം. അതേപോലെ തന്നെ ഓയി ഫിറ്റാണ് ഇതിനകത്ത് ഒറിജിനൽ ചെയ്തിരിക്കുന്ന അതേ മെത്തേഡിലാണ് ഈ സീറ്റ് കവറിന്റെ ഡൈവ് എല്ലാം എടുത്ത് അതേപോലെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്ക് നല്ല ടൈറ്റ് കാര്യങ്ങളായിട്ട് കിടക്കും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ലൂസായിട്ട് നിൽക്കത്തൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ സിബും കാര്യങ്ങളൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ കീറാനുണ്ട്. കീറിയ ശേഷം നമുക്ക് ഈ സൈഡിൽ നിന്ന് കീറേണ്ടായിരില്ല. ഇവിടെ എല്ലാം നമ്മൾ കുത്തി തക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിടാം. ഈ സീറ്റ് കാരണം നമുക്ക് ഇട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ആ സീറ്റ് അവിടെ കീറാൻ വേണ്ടി പോകണം കേട്ടോ. സൈറ്റ് ഞാൻ കീറിയിട്ടുണ്ട്. നമ്മളിനി സീറ്റ് കവറിനതാ എടുത്തു വരും. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് തന്നെ അത്യാവശ്യം കാണാൻ പറ്റും. കാര്യം ഇവിടെ ഒന്നും ലൂസ് പോലും ഇല്ല. എല്ലാ രീതിയിലാണ് ഈ സാധനം നമ്മൾ അടിച്ചത്. കാര്യം എന്താ, ഓയി സെറ്റ്മെന്റിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞത്, ഓയി സെറ്റ്മെന്റിലാണ് നമ്മൾ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി ഇതാ നമുക്കിവിടെ ക്ലിപ്പ് അടിക്കുക എന്നുള്ളൊരു പണി മാത്രമാണ് ആദ്യം ചെയ്ത് തീർക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മളെ പണി ഏകദേശം കഴിഞ്ഞു. അതുപോലെ തന്നെ സീറ്റ് കവറിൻ്റെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2.5-3 മണിക്കൂർ എടുക്കും. നമ്മൾ സീറ്റ് കവർ ഇടാൻ പോലും, ഒരു വണ്ടിക്കകത്ത് ഇടാൻ പോലും 2.5-3 മണിക്കൂറുകൾ ടൈം എടുക്കും. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ്. നമ്മളെ കൂടെ ഒരാളും കൂടെ ഹെൽപ്പിന് അങ്ങനെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. കാര്യം 2 മണിക്കൂർ എന്നുള്ളതൊക്കെ നമുക്ക് 1 മണിക്കൂർ കൊണ്ടൊക്കെ തീർക്കാൻ പറ്റും. പക്ഷെ എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കില്ല സീറ്റ് കവറൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ
ഇവിടത്തൊക്കെ മാറ്റങ്ങൾ വരും കണ്ടില്ല. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല കുഴിവും കാര്യങ്ങളൊക്കെ നമ്മൾ സീറ്റിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുത്തി തയ്ക്കാം. നമുക്കിനി ക്ലിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു ക്ലിപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ അവസാനത്തെ നൂലും കുത്തി തയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കുത്തി തയ്ക്കാതെ അല്ലാതെ നമ്മൾ കൂടിയ സീറ്റ് കവർ മേടിച്ചിട്ട് ജസ്റ്റ് റഫായിട്ട് ഇടുന്നവരുണ്ട്. കുത്തി തയ്ക്കാതെ അങ്ങനെയൊന്നും വേണ്ട, അത്യാവശ്യം നല്ല സീറ്റ് കവറാണ് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്ന ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ നമ്മൾ XL6 ടോപ്പനിലൊക്കെ വരുന്ന നല്ല സീറ്റ് കവർ ഇടുന്നുണ്ട്. അതിനകത്തൊന്നും വെറുതെ ഇപ്പോഴേ കൊണ്ട് സീറ്റ് കവർ അടിച്ചിട്ട് കൊണ്ടിടേണ്ട ആവശ്യമില്ല. കാര്യം ഒരു നോർമൽ സീറ്റ് കവർ അടിച്ച് അതിൻ്റെ പുറത്തോടെ ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക, അത് മാത്രം ചെയ്താൽ മതി. അത്രയും കാലം കിടക്കും. അതിൻ്റെയൊക്കെ സീറ്റ് കവർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവറാണ്. XL6 അത് മാരുതിയുടെ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു സീറ്റ് കവർ അങ്ങനെ വരുന്നതായിരുന്നു. നല്ല പ്രീമിയം ക്വാളിറ്റി സീറ്റ് കവർ വരുന്നത് മാരുതിയുടെ സെഗ്മെൻറ്റ് അത് XL6 മാത്രമാണ്. ബാക്കി മിക്കുള്ള എല്ലാ കമ്പനിക്കും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. നമുക്കതിൻ്റെ ബാക്കിൽ വലിച്ചു കെട്ടാൻ നേരത്ത് ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ചുളുക്ക് വരും, ഫ്രണ്ടിൽ ചുളുക്ക് വരും. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് കമ്പി ഇടും. ഞാൻ അപ്പോൾ ഇതിനകത്ത് ഈ മെറ്റീരിയലിനകത്ത് ഞാൻ കമ്പി ഇട്ടിട്ടില്ല, കമ്പി ഇടാതെയാണ് ചെയ്യുന്നത്. സൈഡിൽ ഞാൻ കമ്പി ഇടാതെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതേപോലെയുള്ള കുറഞ്ഞ സീറ്റ് കവറിനകത്തൊന്നും നമ്മളെ സ്റ്റിയറിംഗ് കവർ അതേപോലെ തന്നെ ഗിയർ ബൂട്ട് അങ്ങനെയൊന്നും വരത്തില്ല. അതൊക്കെ ഒരു ടോട്ടോട്ടുള്ള മേറ്റിലോട്ടുള്ള സെറ്റിൽമെൻറ്റിലുള്ള സീറ്റ് കവറിലായിരിക്കും നമുക്ക് ഇതേപോലെ നമ്മളതിൻ്റെ കൂടെ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ ഇതേപോലത്തുള്ള കുറഞ്ഞ മെറ്റീരിയൽസിനകത്ത് നമുക്ക് ഒരിക്കലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണല്ലേ നല്ല ഇവിടെയൊക്കെ നല്ല ഫിറ്റാണ്. ഇത് ഇനി വലിഞ്ഞ് ടൈറ്റ് ആവും കണ്ടില്ലേ, അതേപോലെ വലിഞ്ഞ് ടൈറ്റായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ചെറിയ ചുളുക്കും കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ മാറും. പക്ഷേ അത് ഈ കുറഞ്ഞ മെറ്റീരിയലാണ്. നമ്മളൊരു ടോട്ടോ അതേപോലെ തന്നെ നാപ്പ എന്നുള്ള സെഗ്മെൻറ്റിലേക്ക് പോകുന്ന നേരത്ത് നമുക്ക് വലിയ ചുളുക്കോ കാര്യങ്ങളൊന്നും വരത്തില്ല. നമുക്ക് സൈഡ് സ്ലിപ്പ് ഉണ്ട്. സ്ലിപ്പ് ഇടുന്ന കാര്യങ്ങളാണ് ഇച്ചിരി പണി കൂടുതലായിട്ടുള്ളത്. നമ്മളെ സീറ്റ് കവർ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിലൊന്ന് വലിച്ചടിക്കാനായിട്ടുണ്ട്. ബാക്ക് സൈഡ് നമുക്കൊന്ന് വലിച്ചടിക്കാനായിട്ട് ജസ്റ്റ് അവിടേക്ക് അടിച്ചു വിടാനായിട്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ഉൾപ്പെടുന്നില്ല. അടിച്ചതിന് ശേഷം ലാസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മളെ സീറ്റ് കവർ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ കാണാനായിട്ട് അറിയാം, ചുളുക്ക് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ഇത് വലിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ചെറിയ ചുളുക്കുകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം നമുക്ക് ഇതെല്ലാം മാറും, ഈ ചുളുക്കും കാര്യങ്ങളെല്ലാം മാറും. അപ്പോൾ ഇതിനകത്ത് വലിയ ചുളുക്ക് കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഇവിടെ ഏറ്റവും ചെറിയ ചുളുക്കളാണ്. നമ്മളെ സീറ്റ് ഉടഞ്ഞതിൻ്റെ പുറത്തുള്ള ഒരു കുറച്ച് ചുളുക്കുകൾ മാത്രമാണ് നമ്മളെ സീറ്റ് കവറിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ കണ്ടില്ല, അതൊക്കെ നല്ല രീതിയിലാണ് ഡബിൾ സ്റ്റിച്ച് എല്ലാം ഒരു ഒറ്റ അടുക്കത്തിലാണ് സീറ്റ് കവറിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സീറ്റിൻ്റെ കളർ അതേപോലെ തന്നെ സീറ്റിൻ്റെ സ്റ്റിച്ച് ഇവർക്ക് ബ്ലാക്ക് വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്തെടുത്തത്. അവർക്ക് ബ്ലാക്ക് സ്റ്റിച്ച് തന്നെ മതി, വേറെ സ്റ്റിച്ചൊന്നും കാര്യമില്ല. ഞാൻ അതിനകത്ത് ബ്ലാക്ക് ഒക്കെ സെലക്ട് ചെയ്യുന്നവരാണെങ്കിൽ റെഡ് തന്നെ പറയും. റെഡ് അല്ല, നമ്മളെ റെഡും വയലറ്റും കൂടെ ചേർന്ന് റെഡ് വരുന്നുണ്ട്. ആ റെഡ് കളറാണ് ഞാൻ കൂടുതൽ ചോയ്സ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം സീറ്റ് കവറാണെന്ന് എല്ലാവരും എടുപ്പാണ്. ഭയങ്കര രസമായിരിക്കും സീറ്റ് കവർ കാണാനായിട്ട്. ഇതിനകത്തും അത് നിങ്ങൾ കാണാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു കളർ ഇതിനകത്ത് കൊടുത്തിരുന്നെങ്കിൽ
നല്ലൊരു രസമായിരുന്നു സീറ്റ് കാണാൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിക്കാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവർ കസ്റ്റമർ പറഞ്ഞ ആ രീതിയിലാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്തത്. കസ്റ്റമറുടെ ഒരേ താല്പര്യം, നിങ്ങൾ സീറ്റ് കവർ ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടപ്രകാരമാണ് സീറ്റ് കവർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് കളർ വേണോ ഇതിനകത്ത് സീറ്റ് കവർ നമുക്ക് കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട്. അത് ഒരു ഒട്ടുമിക്ക എല്ലാ കളറും കിട്ടും. ആ കളറിലാണ് നമ്മൾ ഓരോ സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഓരോ മെറ്റീരിയൽസ് ആയാലും ഓരോ മെറ്റീരിയലിനനുസരിച്ച്. അതേപോലെ തന്നെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് ഈ നാപ്പ തൊട്ട് അങ്ങോട്ട് തുടങ്ങുന്ന മെറ്റീരിയൽ. നാപ്പ കഴിഞ്ഞാൽ ഫെറാറി വരും, ഫെറാറി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് ടോട്ടോ വരും, ടോട്ടോ കഴിഞ്ഞാൽ പിന്നെ ഫോണിക്സ്. അതിനിടയിൽ കുറച്ച് മെറ്റീരിയൽ ഫോണിക്സ് ഒക്കെ തന്നെ നല്ല റേറ്റ് വരും, 10-14,000 രൂപ അടിച്ചാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ലിമിറ്റ് കളേഴ്സേ ഉള്ളൂ, ഏകദേശം 6-7 കളറൊക്കെ അടുപ്പിച്ച് വരുന്നത്. ഏറ്റവും കൂടുതൽ പോണ ബ്ലാക്കും അതേപോലെ തന്നെ നമ്മളെ ഏറ്റവും ടോപ്പിന്റെ മോഡൽ ക്രിസ്റ്റ 2.8 ഒരു ടാൻ കളർ വരും, അതായത് ഒരു ചെളി അല്ലാത്ത ഒരു ടൈപ്പ് കളർ വരും. അതായത് BMW വരുന്ന ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു ലെതറിന്റെ കളറാണ്. ആ കളറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്ക് ഇവിടുന്ന് ചോയ്സ് ചെയ്തെടുക്കുന്നത്. കാര്യം അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. അപ്പൊ അതേ ബേസിക്കലാണ് നമ്മൾ ഓരോരുത്തർക്കും ഒരു ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അങ്ങനെ എത്ര ഫാം ബ്ലാക്ക് കൊടുത്തിട്ട് ഇവിടെ എത്ര ഫാം റെഡ് കൊടുക്കാൻ പറ്റും. അതേപോലെ സ്റ്റിച്ചിങ് വേറെ കളർ കൊടുക്കാൻ പറ്റും. ഓരോ ഇഷ്ടപ്രകാരം നമുക്ക് സീറ്റ് കവറിനെ ഇങ്ങനെ ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. കളേഴ്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ വേറെ ഡിസൈൻ കൊടുക്കാം, ഇവിടെ ഈ സൈഡിൽ ഡിസൈൻ കൊടുക്കാം. ഫ്രണ്ട് മൊത്തം ബ്ലാക്ക് ആക്കിയിട്ട് സൈഡ് മൊത്തം റെഡ് കളർ ഇങ്ങനെ ഡിസൈൻ കൊടുക്കാം. എങ്ങനെ വേണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളെ സീറ്റ് കവർ ചെയ്യാൻ തരത്തിലുള്ള പ്രത്യേകത. അല്ലാതെ നമ്മളെ ഇഷ്ടപ്രകാരം ഒരു സീറ്റ് കവർ നമ്മൾ ചെയ്ത് കൊടുക്കില്ല. ഒരു കസ്റ്റമർ അവരുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ ചെയ്തുള്ളൂ. കാര്യം സീറ്റ് കവർ അതാണ് നമ്മുടെ ഒരു സെലക്ഷൻ അനുസരിച്ചും ഒരു ഡിസൈൻ അനുസരിച്ചാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു സീറ്റ് കവർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അതിനകത്ത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കോൺടാക്ട് നമ്പർ എല്ലാം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കയറി നിങ്ങൾക്ക് ഇനി വാട്സാപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ എൻ്റെ ഉള്ള ചോയ്സുള്ള ഫോട്ടോസുകൾ അയച്ചു തരും. അപ്പം നിങ്ങൾക്കുള്ള രീതിയിലുള്ള ഫോട്ടോസുകൾ അയച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ സീറ്റ് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സീറ്റ് കവർ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്, കസ്റ്റമേഴ്സിന് വീട്ടിലുള്ള കസ്റ്റമേഴ്സിനൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ സീറ്റ് കവറിൻ്റെ ഓർഡർ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിവിടെ നമുക്ക് ട്രിവാൻഡ്രം, എൻ്റെ സ്ഥലം വന്നിട്ട് കറക്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ സ്ഥലം എന്ന് വെച്ചാൽ KTCT ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ്. അതായത് ആറ്റിങ്ങൽ, ട്രിവാൻഡ്രം ജില്ലയിലെ ആറ്റിങ്ങൽ ചാത്തമ്പറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് അപ്പം ഒരുപാട് സുഹൃത്തുക്കൾ പുറത്തുള്ള നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഈ 2 ദിവസം മുമ്പാണ് നമ്മൾ ബാംഗ്ലൂരത്തേക്ക് വേണ്ടി ഒരു സീറ്റ് കവർ അയച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വന്നൊരു കസ്റ്റമറാണ്, നമ്മൾ മലയാളിയാണ്. അപ്പോൾ പുള്ളിക്ക് സീറ്റ് കവർ വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഓർഡർ ചെയ്ത് പുള്ളിക്ക് ഞാൻ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലുണ്ട്. നമ്മളിപ്പോൾ അയച്ചു കൊടുക്കും, സാധനം വേണമെങ്കിൽ സീറ്റ് കവർ വേണമെങ്കിൽ അയച്ചു കൊടുക്കും. ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമ്മളെ പുറത്തുള്ള ഇവിടെ ഉള്ളവർക്കാണെങ്കിലും നമ്മൾ സാധനം അയച്ചു കൊടുക്കും. അതാണ് നമുക്ക് എല്ലാ സർവീസുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മളെ വർക്ക് അവസാനത്തോടെ ഫിനിഷ് ആവുകയാണ്. ഇനി ഇതിനകത്ത് ഹെഡ്രസ്റ്റും കൂടെ ഒന്ന് ഇടാനുണ്ട്. അപ്പോൾ ഹെഡ്രസ്റ്റ് ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുന്നില്ല. നമ്മളെ ഹെഡ്രസ്റ്റിൻ്റെ ഹോൾ കട്ട് ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവരും ചിന്തിച്ചാണ് സീറ്റ് കവർ ചെയ്യാൻ നേരത്തെ ഈ ഹോൾ എങ്ങനെയാണ് ഇടുന്നത്. അത് ബ്ലേഡിന് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ വലിച്ചേറ്റ് ചെയ്യും. അതാണ് നമ്മളെ ഹെഡ്രസ്റ്റിനകത്തിരുന്ന ഹോൾ, കണ്ടല്ലേ. ഇങ്ങനെയാണ് ഹെഡ്രസ്റ്റ് ഹോൾ ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കരുതുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഹെഡ്രസ്റ്റ് ഇടും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കൂടെ കാണിച്ചു തന്നത്, കണ്ടില്ലേ. അപ്പോൾ നമ്മളെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ അതാ നമ്മളെ വർക്ക് ഇവിടെ കൊണ്ട് അവസാനിക്കണം. അപ്പം നമുക്ക് ഇനി അഡ്രസ്സും കാര്യങ്ങളും കൂടി ഇടാം. നമ്മളെ വണ്ടി സ്വിഫ്റ്റാണ്, 2014 മോഡൽ സ്വിഫ്റ്റാണ്. ഏതായാലും നമ്മളെ വീഡിയോസ് കണ്ട് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ വളരെ നന്ദിയുണ്ട്. നമ്മളിപ്പം ഏതാണ്ട് ഒരു 9500 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 500 സബ്സ്ക്രൈബർ ആയി നമ്മൾ 10K സെലിബ്രേഷൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒന്നുമില്ല, ചെറിയ കേക്ക് മേടിച്ച് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ പ്രേക്ഷകർ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഞാൻ ഇതിലോട്ട് സ്വാഗതം ചെയ്തായിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് നമ്മളെ ചാനലിലേക്ക് വരും ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ചാനലിൽ മുന്നോട്ടുണ്ടായ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഇതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും